എല്ലാവർക്കും നമസ്കാരം. എനിക്കൊപ്പം നിൽക്കുന്നത് ഷബ്നമാണ്. സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സിൽ മാസ്റ്റർ കെ അക്കാഡമിയിൽ പഠിച്ചു. ഇപ്പോൾ ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടിയ വിശേഷങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഷബ്നത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഷബ്നം, എവിടായിരുന്നു നമ്മുടെ UG PG ഒക്കെ പഠിച്ചത്? എവിടായിരുന്നു? UG പഠിച്ചത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി. PG ചെയ്തത് MES മമ്പാട് കോളേജ് മലപ്പുറം. എങ്ങനെയാണ് മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് എത്തിച്ചേർന്നത്? സെറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ആ സമയത്ത് HSST നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. അപ്പം എന്റെ ഫ്രണ്ട് ഉണ്ട് PGക്ക് പഠിച്ച ഷെബീബ എന്ന പേര്. അവളാണ് എനിക്ക് മാസ്റ്റർ കെയുടെ യൂട്യൂബ് ചാനൽ ഫോർവേഡ് ചെയ്തിട്ട് ഇതിൽ ചേർന്ന് പഠിച്ചോ, HSSTക്ക് പ്രിപ്പയർ ചെയ്തോ എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊന്നും ജോയിൻ ചെയ്തിട്ട് പഠിച്ചിട്ടേ ഇല്ല. അപ്പം എപ്പോഴും ആ ഒരു സമയത്തൊക്കെ 2022 കൊറോണ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പോയിട്ട് പഠിക്കാന്നുള്ളതും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ PG ചെയ്തത് 2 കുട്ടികളായതിനു ശേഷമായിരുന്നു. അന്നേരം കുട്ടികളെ കാര്യങ്ങളും നോക്കണം. അന്നേരം പോയി പഠിക്കുന്നതിലേറെ ബെറ്റർ മാസ്റ്റർ കെ ഓൺലൈൻ ക്ലാസ് ആണെന്ന് അങ്ങനെ തോന്നി. പിന്നെ മാസ്റ്റർ കെയിൽ സാറെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് അപ്പം തന്നെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ സാറ് കോണ്ടാക്ട് സേവ് ചെയ്തപ്പോൾ സാർ ഓരോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പം MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അതും എഴുതാം എന്നുള്ള ഇത് കണ്ടപ്പം അതുവരെ എനിക്ക് PSCനെ പറ്റിയിട്ട് വലിയ നോളേജ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതും കൂടി എഴുതാന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒരു കോംബോ ഓഫറിന് എടുത്തിട്ട് ഞാൻ ജോയിൻ ചെയ്ത് രണ്ടും കൂടെ ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു HSSTയിലേറെ ഞാൻ പഠിച്ചത് JSK ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ HSSTക്ക് എനിക്ക് പറ്റിയത് എന്താ വെച്ചാല് അത് OMR എക്സാം ആയിരുന്നില്ല, അത് പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയിരുന്നു. അപ്പൊ അതിൽ പോയപ്പം പഠിച്ചു പോകും എക്സാമിന്. പിന്നെ എന്റെ വീക്ക് പോയിന്റ് ഞാൻ കണ്ടെത്താൻ തുടങ്ങി. പഠിച്ചു പോകും എക്സാമിന്, പക്ഷെ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കി വരും. അപ്പം ഈ HSSTക്ക് ഇതന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. നന്നായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്, പക്ഷെ എങ്കിലും പിന്നെ അവിടെ പോയിട്ട് കുറെ മിസ്റ്റേക്ക് ഉണ്ടാക്കും. അത് ടെൻഷനായിട്ടോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്യും. JSK എഴുതിയപ്പോഴും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അത് OMR ആയിരുന്നു. ബബിൾ ചെയ്യുന്നത് കുറച്ച് അത് സമാധാനം എനിക്ക് കിട്ടാറുണ്ട് ചെയ്യാനൊക്കെ. അപ്പം അതില് എനിക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്ന ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി പിന്നെ അത് 4 PG പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത്. 4 ബയോകെമിസ്ട്രിയും ബയോടെക്നോളജിയും മൈക്രോബയോളജിയും കെമിസ്ട്രിയും. അപ്പൊ അത് 4ഉം പഠിച്ച് സപ്ലിമെന്ററി ലിസ്റ്റിൽ വരാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടൊരു മെയിൻ കെമിസ്ട്രി എക്സാം വന്നാൽ ചെയ്തു കൂടാന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ടീച്ചിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് PhDക്ക് പോവാ, ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് എവിടെയെങ്കിലും കയറാന്നുള്ളത്. പൈസ കൊടുത്ത് കയറാന്ന് പറയുമ്പോൾ എല്ലാരും ഇങ്ങനെ പറയും, ഇങ്ങനെ കുറെ കാലമായില്ലേ പഠിക്കുന്നത്, പൈസ കൊടുത്ത് എവിടെയെങ്കിലും കയറി സമാധാനമായിട്ട് ഇരുന്നൂടെ എന്ന് ചോദിക്കും. അപ്പം അത് പൈസ കൊടുത്ത് ജോലി വാങ്ങുന്ന പോലെയല്ല എനിക്ക് ഫീൽ ചെയ്യല്. പൈസ കൊടുത്തിട്ട് എന്താ പറയാ പണി വാങ്ങുന്ന പോലെയാണ് ഫീൽ ചെയ്യാറ്. അതെനിക്കൊരു സമാധാനം, പൈസ കൊടുത്ത് ജോയിൻ ചെയ്ത് എന്തായാലും എനിക്കൊരു സമാധാനം കിട്ടൂല. നമുക്ക് എന്താ വേണ്ടേ നമുക്കേ അറിയുള്ളൂ. അപ്പൊ അത് ആ ഒരു ഓപ്ഷൻ ഞാൻ കട്ട് ചെയ്തു പാടെ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 2020 മുതൽ 24 വരെ കോളേജില്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് അവിടുന്ന് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ഞാൻ മാത്രല്ല ഈ ഒരു ഇതില് യാത്രയിൽ ഉണ്ടായിരുന്നത്, എന്റെ കൊലീഗ് ഉണ്ട് ഷഹ്മ കലൈന പേര്. നമ്മൾ 2 പേരാണ് ഒരുമിച്ച് ഇതിൽ ജോയിൻ ചെയ്ത് മാസ്റ്റർ കെയിൽ ജോയിൻ ചെയ്ത് പഠിച്ചത്. അപ്പൊ ആള് MSc ഫിസിക്സ് ആണ്, ഞാൻ MSc കെമിസ്ട്രി. അപ്പൊ ഞാൻ എന്റെ MSc കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ആൾക്കും പറഞ്ഞു കൊടുക്കും. ഫിസിക്സിന്റെ എനിക്ക് ഡൗട്ട് വരുന്നത് ആളെ എനിക്കും പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് പഠിക്കും. അപ്പൊ എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ ഷെയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. പിന്നെ ഇതിനു മുന്നേ ഞാൻ ഈ JSA കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാനൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ആ വർഷം തന്നെ സാനിറ്ററി കെമിസ്ട്രിന് പഠിച്ചു. പിന്നെ LP UPക്കും ഞാൻ മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പഠിച്ച് പിന്നെ ഡിഗ്രി പ്രിലിംസ് അതിന് പഠിച്ചപ്പം എനിക്ക് തോന്നി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യും പറ്റും എന്നുള്ള ഒരു കോൺഫിഡന്റ് കിട്ടി.
പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഹാർഡ് വർക്ക് എന്നുള്ളത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു, ജോലി റിസൈൻ ചെയ്തിട്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഡിസംബർ 2 ഇതിന്റെ എക്സാം. കെമിസ്ട്രി എഴുതിയപ്പം ഞാൻ ഓവർ ആയിട്ട് എന്താ പറയാ നെഗറ്റീവ് വരാതെ നിൽക്കാൻ ശ്രമിച്ചതുപോലെ തോന്നി. അപ്പൊ ഡോക്യുമെന്റ്സിൽ ഞാൻ കുറച്ചൊരു 50-50 അങ്ങനെ ഒരു ചാൻസും ഞാൻ ബബിൾ ചെയ്ത് വെച്ചു. അങ്ങനെ അപ്പൊ ഇത് കഴിഞ്ഞിറങ്ങിയപ്പം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കണ്ടു, ടെൻഷനായി. പിന്നെ ഞാനും ഷഹ്മിയും ഡിസ്കസ് ചെയ്തു. ഏകദേശം ഇങ്ങനെ മെയിനായിട്ട് മാസ്റ്റർ കി അക്കാഡമിയിലായിരിക്കും എല്ലാവരും പഠിക്കുന്നുണ്ടാവും. പിന്നെ 2-3 അക്കാഡമി ഒക്കെ ആള് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പം ഇത്ര പേരൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുമായിരിക്കും. നമ്മുടെ മാർക്കൊക്കെ കൃത്യമാണ് കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ. അപ്പൊ വരുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അതേപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പം അതിലുണ്ട്, രണ്ടുപേരും ഉണ്ട്. അപ്പൊ അതില് മെയിൻ ലിസ്റ്റ് തന്നെയാണ് ഉള്ളതും. അപ്പോൾ നമ്മൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിലും എനിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്റർവ്യൂ. ഒരു കാര്യം പറയുകയാണ്, ഈ രണ്ടുപേരും മാസ്റ്റർ കേക്കിൽ പഠിച്ചവരാണ്. ഈ പറഞ്ഞ നമ്മുടെ ഷബ്ന പറഞ്ഞ ഫ്രണ്ടും മാസ്റ്റർ കേക്കിൽ പഠിച്ചവരാണ്. രണ്ടുപേർക്കും അഡ്വൈസ് ആയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയായിരുന്നു പഠന രീതികൾ എങ്ങനെയായിരുന്നു? അപ്പൊ രണ്ടുപേരുടെ കമ്പയർ ചെയ്ത് പഠിച്ചതെന്ന് പറഞ്ഞു. ഒരാൾ കെമിസ്ട്രി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ഒരാൾ ഫിസിക്സ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊക്കെ എങ്ങനെ ടൈം കണ്ടെത്തിയൊക്കെ എങ്ങനെയായിരുന്നു അത്? ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പം രാവിലെ പഠിക്കും. പഠിച്ചിട്ട് എന്തായാലും നമുക്കൊരു ബോറടിക്കുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഫിസിക്സ് എടുത്തിടും. ഫിസിക്സ് ബോറടിക്കുമ്പം, കെമിസ്ട്രി പഠിച്ച് ബോറടിക്കുമ്പം ഫിസിക്സിന്റെ ക്ലാസ് ഓൺ ആക്കി ഇട്ടിട്ട് അതിലുള്ള കണ്ടന്റ്, അതായത് PDF ഒട്ടുമിക്കത്തിനും അവൈലബിൾ ആയിരുന്നു. അതെന്നെ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ PDF കെമിസ്ട്രീൻ്റെ ഒക്കെ ഇപ്പോൾ ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ. ഓർഗാനിക് ഞാൻ PDF എടുത്തിട്ടില്ല, അത് എഴുതിയിട്ടുണ്ട് നോട്ട് കംപ്ലീറ്റ്. പക്ഷെ ഇനോർഗാനിക്കും ഫിസിക്കലൊക്കെ ഞാൻ PDF എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ PG കഴിഞ്ഞ ഉടനെ തന്നെ നെറ്റ് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ICS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം അവിടുത്തെ ഒരു നോട്ട് എൻ്റെ കയ്യിൽ പക്കുണ്ട്. പ്ലസ് ഞാൻ മാസ്റ്റർ കീൻ്റെ നോട്ട് എന്ത് ചെയ്യും, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതും കൂടെ വെക്കും. പിന്നെ ഇവരെ ഒരുപാട് എക്സാംസ് ഉണ്ട്. എക്സാംസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പം അതിൻ്റെ കൂടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ ആഡ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ആ ഒരു ലെസൺ ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യുമ്പം ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും ഒന്നും കൂടി റിവൈസ് ചെയ്ത് കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ റിവിഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠനത്തിൽ. പഠിച്ചത് മറക്കും, അത് എല്ലാവർക്കും മറവി മനുഷ്യ സഹജമാണ്. അപ്പം മറക്കുന്നത് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാന്ന് പറയും. അപ്പൊ റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്തായാലും രണ്ടുപേരും ഒന്നിച്ച് പഠിച്ച് ജോലി കിട്ടി. ഓക്കെ, അപ്പം അഡ്വൈസ് വന്നപ്പോഴുള്ള മൊമെന്റ് എന്തായിരുന്നു രണ്ടുപേരുടെയും? അഡ്വൈസ്, ഞാൻ ഒരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പം കാറിന്നാണ് അഡ്വൈസ് വന്നത്. അപ്പം നമ്മൾ ഈ അഡ്വൈസിന് വേണ്ടിയിട്ട് അവിടെ വിളിച്ചുകൊണ്ടേ ഇരിക്കലുണ്ട്. ഒരു 1.5 ആഴ്ചയായിട്ട് ഇങ്ങനെ അവിടെ കോൾ ചെയ്തിട്ട് എന്നയക്കുക എന്നുള്ളത് പിന്നെ എൻക്വയറി ചെയ്യലുണ്ട്. അപ്പം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിന്നെ ഇവരെല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ കോൾ ചെയ്യുന്നു. ഒരു കുട്ടി അടുത്തെടുക്കുന്ന ഒരു കസിനെ എടുത്തിട്ട് പിന്നെ എന്താ ചോദിക്കാൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അർജന്റാണ്, പിന്നെ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ കാറ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വന്ന് നോക്കി. പിന്നെ എനിക്ക് തുറന്നപ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അഡ്വൈസ് ഒക്കെ എങ്ങനെ വരികയെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അതിലോട്ട് പോയപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ശ്യാമക്ക് അയച്ചു കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി മൊമെന്റ് ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ. എക്സാം എഴുതിയാൽ മാത്രം പോരാ. ഞാൻ ഈ പല ഇന്റർവ്യൂ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നീട് എന്താണ്, വേക്കൻസി ഉണ്ടാകണം, റൊട്ടേഷൻ ചാർട്ട് കറക്റ്റ് ആവണം, അഡ്വൈസ് വരണം. അഡ്വൈസ് വന്നാൽ പിന്നെ നമ്മൾ ഹാപ്പി ആവും. അങ്ങനെയല്ലേ? അഡ്വൈസ് വരെ ഹാപ്പി ആവും അല്ലേ? ഓക്കെ, പിന്നെ എങ്ങനെയുണ്ട് വർക്കൊക്കെ? എങ്ങനെയുണ്ട് കൊളീഗ് സെക്രട്ടറി വർക്കൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. കേസ് ഇപ്പം ഓരോന്നും ഓരോ സെക്ഷൻ ആയിട്ട് മാം നമ്മളെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഇതില് ക്രൈം സീൻ ഉണ്ട്, പിന്നെ കോടതിയിൽ പോകേണ്ടി വരും. ക്രൈം സീൻ എന്ന് പറയുന്നതും അങ്ങനെ പുറത്തുള്ളവർ വിചാരിക്കും ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡെഡ് ബോഡി തൊടേണ്ടി വരും. അങ്ങനെയൊന്നല്ല, നമുക്ക് ബോഡി തൊടാൻ പറ്റില്ല. ബോഡി ഫോറൻസിക് സർജൻ ആയിരിക്കും വരിക. മെയിനായിട്ട് നമ്മൾ ക്രൈം സീനാണ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ അവിടെ റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ്. ഒരു കുട്ടി PSC പഠനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഏത് ടൈപ്പ് പഠനമാണ് ചൂസ് ചെയ്യാൻ പറയും? ഒന്ന് ജനറൽ PSC പഠിക്കണം, ടെക്നിക്കൽ പഠിക്കണം. ഒരു MSc കെമിസ്ട്രിക്കാർ വരുമ്പോൾ എന്ത് അഭിപ്രായം പറയും? MSc കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഏറ്റവും നല്ലത് സബ്ജക്ട് റിലേറ്റഡ് PSC എക്സാംസിന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് PSC എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം PSC എക്സാംസിന് എഴുതുമ്പം നമ്മളിത് കിട്ടും എന്ന് വിചാരിച്ച് എഴുതാം. പക്ഷെ എന്താ പറയാ, ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് എന്താണെന്നുള്ളതും കൂടി നമ്മൾ അവിടെ കരുതി വെച്ചിട്ടിരിക്കണം. അതായത് നമുക്കൊരു പ്ലാൻ A ഉണ്ടെങ്കിൽ ബിയും കൂടി അവിടെ സെറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതിന് പഠിക്കാൻ. അപ്പം ഞാൻ കുറേ ഈ ഒരു PSC കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തൊരു പ്ലാൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ പിന്നെ പൈസ കൊടുത്ത് കയറാന്നുള്ളത് എൻ്റെ ഇതിൽ ഡിക്ഷണറിയിലേ ഇല്ലായിരുന്നു. വേറെ എന്തെങ്കിലും രീതിയിലേക്ക് പോകാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എപ്പോഴും. വിജയം നമുക്ക് കിട്ടും. അതായത് എന്തെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ വിജയം നമ്മളെ തേടി വരും എന്നുള്ളത് ശരിയാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത്. ഈ പലരും എന്നോട് പറഞ്ഞ കാര്യമാണ്, സാറേ എനിക്ക് സമയക്കുറവാണ്, വീട്ടിൽ മക്കളൊക്കെ ഉണ്ട്, അവരുടെ പഠിത്ത കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പഠിക്കാൻ ഒരുപാട് സമയം കിട്ടാറില്ലെന്ന് പറയുന്നത് പറയട്ടെ. ഈ ഷബ്നം 2 മക്കളാണുള്ളത്. അപ്പോൾ അവർക്കും പഠിക്കാനും സ്കൂളിലും ഒക്കെ പോകണം. അപ്പോൾ അതിനിടയ്ക്ക് തന്നെയാണ് കൃത്യമായിട്ട് സമയം കണ്ടെത്തി കൃത്യമായിട്ട് പഠിച്ചത്. നിങ്ങളോട് പറയട്ടെ, അപ്പോൾ ഇദ്ദേഹം ആദ്യം ഒരു കോഴ്സ് ജോയിൻ ചെയ്തു, HSCക്ക് ജോയിൻ ചെയ്തു, അതിനുശേഷം JSCക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ സപ്ലിമെന്റ് ലിസ്റ്റ് വന്നു. പിന്നീടാണ് പല കോഴ്സുകളും എടുത്ത് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് കരുതി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനാകും. എപ്പോഴാണ്? പരിശ്രമിക്കുന്നവർക്ക് മാത്രം, പിന്മാറുന്നവർക്കല്ല. നിങ്ങൾ തോറ്റുപോയെങ്കിൽ പോട്ടെ, പക്ഷെ എന്ത് ചെയ്യണം? ഒരിക്കലും പിന്മാറരുത്. നിങ്ങൾ വീണ്ടും പഠിച്ചു പോകണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന ജോലി കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടും. ശ്രമിച്ചാൽ മാത്രം മതി. ഓക്കെ. മാസ്റ്റർ കി അക്കാഡമിയുടെ ക്ലാസ്സുകൾ, നമ്മുടെ സ്റ്റഡി പ്ലാനുകൾ, നമ്മുടെ എക്സാമുകൾ എത്രത്തോളം ഉപകാരപ്പെട്ടു? മാസ്റ്റർ കി അക്കാഡമിയുടെ ക്ലാസ് പറയുമ്പം അതിലേറ്റവും നന്നായിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിയുടെ രാഹുൽ സാറെ ക്ലാസ്സാണ്. രാഹുൽ സാർ എല്ലാ ക്ലാസ്സും അടിപൊളിയാണ്. സ്പെക്ട്രോസ്കോപ്പി എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് ആ സാറെ ക്ലാസ് എന്നാണ്. ആ സാറെ ക്ലാസ് പിന്നെ സാർ അത് പഴയ മോഡൽ ക്ലാസ് ആയിരുന്നു. ആ ഫസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പൊ അതില് നോട്ട്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് കംപ്ലീറ്റ് സാർ പറയുന്നത് കംപ്ലീറ്റ് നോട്ടിൽ എഴുതുമായിരുന്നു. പിന്നെ നമുക്കത് കാണേണ്ട ആവശ്യമില്ല. അതായത് സാർ എന്താണോ ക്ലാസ്സിൽ പറഞ്ഞത് അത് കംപ്ലീറ്റ് അതിലുണ്ടാവും നോട്ടില്. ഇപ്പോഴും എൻ്റെ അടുത്ത് ആ ഒരു നോട്ട് ഉണ്ട്. ഞാൻ കാരണം പിന്നെ ഒരാൾ മോട്ടിവേറ്റ് ആയിട്ടുണ്ട്, ഇതിലോട്ടേക്ക് പഠിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് ഞാൻ എൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഒക്കെ കൊടുക്കാൻ പോവാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു അല്ലേ? ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഷബ്നത്തിന് കിട്ടിയിരിക്കുന്നത് തന്നെ സയന്റിഫിക് ഓഫീസർ ഫോറിൻ ഡോക്യുമെന്റ് ഒരു ഗസറ്റഡ് റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ ജോലി ഒരുപാട് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.